ഒരിക്കലും നടക്കൂല എന്ന് വിചാരിച്ച ഒരു ട്രിപ്പ് പ്ലാൻ ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ ഗൈസ്, നമ്മൾ പോവാണ് കൂർഗിലോട്ട്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒന്നിക്ക് കൂർഗ്, ഇല്ലേ വയനാട്. ഇതാണ് നമ്മുടെ സ്ഥിരം ഡെസ്റ്റിനേഷൻ. പക്ഷെ ഇത്തവണ പോകുമ്പോഴേ ഞാൻ ഇതുവരെ പോവാത്ത ഒരു സ്ഥലം കൂടെ ഉണ്ട്. അതായത് തലക്കാവേരി. അടിപൊളി സ്ഥലമാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ഇതുവരെയും പോയിട്ടില്ല. വെളുപ്പിന് ഒരു 5-5:30 ആ ഒരു ടൈമിലായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വഴിയിൽ അവിടെ ഇവിടെ ഒക്കെ കുറച്ച് സമയം നിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനുശേഷം ഫുഡ് കഴിക്കാൻ നിർത്തി. പിന്നെ നമ്മൾ തലക്കാവേരിയിലെത്തി. ഇതാണ് ഗായ്സ് അവിടുത്തെ വ്യൂ. ഒരു രക്ഷയില്ല. നല്ല കോടയുണ്ടായിരുന്നു, നല്ല തണുപ്പും. അനിക്കുട്ടനാണേൽ കിട്ടിയ അവസരം മുതലാക്കിയിട്ട് അങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഷൂസൊക്കെ റിമൂവ് ചെയ്ത് വെക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഷൂസൊക്കെ വെച്ച് നമ്മൾ അകത്തോട്ട് പോയി. അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ വ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല അകത്തോട്ട് പോയി. അവിടെ ഒരു ബോർഡിൽ ട്രഡീഷണൽ ഡ്രസ്സ് മാത്രം ഇട്ടിട്ട് അകത്തോട്ട് പോകാവൂ എന്നുള്ള ഒരു ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു തെറി പ്രതീക്ഷിച്ചോട്ട് തന്നെ രണ്ടും കൽപ്പിച്ച് നമ്മൾ അങ്ങോട്ട് പോയി. ഈ സമയത്ത് നല്ല തണുപ്പുണ്ട്. പോകാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിലും ഹൂഡിയോ ജാക്കറ്റോ എന്തെങ്കിലും എടുത്തിട്ട് കയ്യിൽ വെക്കുന്നത് നല്ലൊരു തീരുമാനമായിരിക്കും തോന്നുന്നു. പിന്നെ റെയിൻകോട്ട് മസ്റ്റായിട്ടും കയ്യിൽ കരുതേണ്ടതാണ്. നല്ല മഴയുണ്ടായിരുന്നു നമ്മൾ മുകളിൽ പോയപ്പോൾ. അനിക്കുട്ടൻ പതിവ് പോലെ മുതലെടുപ്പ് തുടങ്ങി. മഴയത്ത് റെയിൻകോട്ട് ഇട്ട് അവിടെ ഇവിടെ ഓടിച്ചാടി നടക്കുമായിരുന്നു. എല്ലാവരും സൈഡായി നിൽക്കുമായിരുന്നെങ്കിലും അനിക്കുട്ടൻ മാക്സിമം ആസ്വദിച്ച് മുതലാക്കി. മഴ പെട്ടെന്ന് മാറിയപ്പോൾ തന്നെ നമ്മൾ തിരിച്ചിറങ്ങി. നമുക്ക് വേറെയും ഡെസ്റ്റിനേഷൻ ഉണ്ടല്ലോ കവർ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇറങ്ങുമ്പോൾ കുറച്ച് വെയിലൊക്കെ വന്നു തുടങ്ങി. ആ ഒരു കോട നമ്മൾ കയറുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കോടയൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ അനിക്കുട്ടന് വരണം എന്നില്ല യാതൊരു വിചാരവും ഇല്ലാത്തതുകൊണ്ട് പിടിച്ചു വലിച്ച് നമ്മൾ കാറി കയറ്റി.